വളരെ മനോഹരമായ ഒരു ഉറുദു കഥയുടെ പരിഭാഷയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കഥയുടെ പേര് സ്വപ്നത്തിലെ നഗരം. അവൾ ഒരു വല്ലാത്ത തെറിച്ചി പെണ്ണു തന്നെ. ഹസ്രത് ഗഞ്ചിലെ തുറന്ന സിൽവർ റോക്ക് പാർക്കിലെ പച്ച പുൽപ്പരപ്പിൽ ഇരുന്നു കൊണ്ട് അവൾ ഉന്മേഷത്തെ ആവാഹിക്കുകയായിരുന്നു. ബൾബിന്റെ വെളിച്ചത്തിൽ അവളുടെ തുടുത്ത ശരീരം ഒരു സുന്ദരമായ മാർബിൾ പ്രതിമ പോലെ കാണപ്പെട്ടു. പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കി. പിന്നെ ഉയർന്ന പർവ്വതത്തിലൂടെ താഴോട്ടൊഴുകുന്ന അരുവിയുടെ മധുരവും ഗാനാത്മകവുമായ സ്വരത്തിൽ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നെന്റെ അടുത്തേക്ക് വരാമോ? എങ്കിൽ എനിക്ക് വലിയ സന്തോഷമാകും. എന്റെ ശബ്ദം പരിങ്ങിപ്പോയി. കുറെ നേരമായി അവളുടെ അടുത്തേക്ക് പോകുന്ന കാര്യം തന്നെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. സാവധാനം ഞാൻ അവളുടെ അടുത്ത് ചെന്നു നിന്നു. നീണ്ട പേടമാൻ വിഴികൾ വിടർത്തി എന്നെ നോക്കിയിട്ട് അവൾ പറഞ്ഞു, ഇരിക്കൂ. നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നു. ഹൃദയം വല്ലാതെ മിടിച്ചു തുടങ്ങി. ശ്വാസഗതി വളരെ വേഗത്തിലായി. അവൾ വളരെ നേരം എന്നെ തന്നെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ നിസ്സഹായതയും ചുണ്ടിൽ നേരിയ പുഞ്ചിരിയും നിഴലിച്ചിരുന്നു. അവൾ കുനിഞ്ഞിരുന്ന് നിലത്തെ പുല്ല് ചവിട്ടി ഞെരിച്ച് അവിടവിടെ എറിഞ്ഞു. എന്നിട്ട് നിർത്തി നിർത്തി പറഞ്ഞു, നിങ്ങൾ വിഷമിച്ചുപോയി അല്ലേ? എന്നെക്കുറിച്ച് എന്താണോ ധരിച്ചിരിക്കുന്നത്? തെമ്മാടി, ദുർമാർഗി, വൃത്തികെട്ടവൾ. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാം. എന്റെ ജീവിതം അതാണ്. എന്റെ ചുണ്ടിൽ അവശേഷിക്കുന്ന പുഞ്ചിരി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമ്മാനമായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പുഞ്ചിരി വെറും പൊള്ളയാണ്. എന്റെ ഹൃദയം മരവിച്ചു കഴിഞ്ഞു. കണ്ണുനീർ വറ്റി. ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ എത്തി. ഇവിടെ നിന്നുകൊണ്ട് പല വഴികളും ഞാൻ കാണുന്നുണ്ട്. ഒരു വഴി ആത്മഹത്യയിലേക്ക് പോകുന്നു, മറ്റൊന്ന് ദുർമാർഗത്തിലേക്കും തെമ്മാടിത്തരത്തിലേക്കും, മൂന്നാമതൊന്ന് യോഗത്തിലേക്കും. പക്ഷെ ഇതുവരെ ഞാൻ ഒരു മാർഗവും തിരഞ്ഞെടുത്തിട്ടില്ല. കാരണം ഏതെങ്കിലും വഴിക്ക് പോകുന്നതിനു മുമ്പ് മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു തരാനും സഹായിക്കാനും കഴിവുള്ള ഒരാളുടെ. പിന്നെ അല്പം കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനൊക്കുമോ? പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? എനിക്ക് ആശ്രയം വേണം. അവൾ പറഞ്ഞു, ലക്നൌവിൽ അലയാൻ തുടങ്ങിയിട്ടത് 3-ാമത്തെ ദിവസമാണ്. പട്ടണത്തിലെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുകയാണ്. ഒരു സ്ഥലത്ത് വല്ലാതെ കുടുങ്ങിപ്പോയിരുന്നു. ദൈവം രക്ഷിച്ചു. കവിളത്തെ നീല അടയാളത്തിനു നേരെ കൈ ചൂണ്ടി അവൾ പറഞ്ഞു, ഇത് നോക്കൂ. ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല. രണ്ടാനമ്മയാണുള്ളത്. അവർ പഞ്ചാബിൽ താമസിക്കുന്നു. അവരുടെ ദ്രോഹം ഭയന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാണ്. ഇത്രയും വലിയ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും സഹായം തരുമെന്ന് വിചാരിച്ചു. പക്ഷേ നാട്ടുകാർ തന്നതാണിത്. ഇത്രയും പറഞ്ഞ് അവൾ തന്റെ കഴുത്തു തിരിച്ചു കാണിച്ചു. കവിളിലെ നീല അടയാളം തെളിഞ്ഞു കാണാമായിരുന്നു. നിന്റെ സ്ഥിതി അതിദയനീയം തന്നെ. ദീർഘനിശ്വാസം വിട്ട് ഞാൻ പറഞ്ഞു, എന്റെ കൂടെ വരൂ. ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് ചെയ്യാനാവുന്ന സഹായം ഞാൻ ചെയ്തു തരാം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജീവിതം മുഴുവൻ ഞാൻ നിങ്ങൾ ചെയ്യുന്ന സഹായം മറക്കില്ല. അവൾ സന്തോഷത്തോടെ പറഞ്ഞു, വരൂ, നടക്കാം. വഴിയിലൂടെ മൗനമായി നടന്നുപോയി. വീട്ടിലെത്തിയപ്പോൾ ഞാൻ അവൾക്ക് ആഹാരത്തിനുള്ള ഏർപ്പാട് ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാനുള്ള ഒരുക്കമായി. എന്റെ കട്ടിൽ ഞാൻ അവൾക്ക് കൊടുത്തു. തറയിൽ കിടക്ക നിവർത്തിയിടാൻ ഒരുങ്ങി. പെട്ടെന്ന് അവൾ ചാടിയെണീറ്റ് എന്റെ കയ്യിൽ നിന്ന് കിടക്ക വാങ്ങിയിട്ട് പറഞ്ഞു, ഇത് പറ്റില്ല, നിങ്ങൾ കട്ടിലിൽ കിടക്കണം. വേണ്ട വേണ്ട, ഞാൻ അവളെ മനസ്സിലാക്കിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് തറയിൽ കിടന്ന് ശീലമുണ്ട്. നിനക്ക് തറയിൽ കിടക്കാൻ വിഷമമായിരിക്കും. നിന്റെ ശരീരം മരവിച്ചു പോകും. നിങ്ങൾ ഭയങ്കര കുസൃതി തന്നെ. ഇത് പറഞ്ഞ് അവൾ കട്ടിലിൽ കയറി കിടന്നു. തറയിൽ കിടക്ക വിരിച്ച് ഞാനും കിടന്നു. രാവിലെ ഉണർന്നപ്പോഴേക്കും അവൾ ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞിരുന്നു. ഞാൻ കുളി കഴിഞ്ഞു പ്രാതൽ കഴിച്ചു ഓഫീസിലേക്ക് പോയി. അവൾ മുറിയിൽ തനിച്ചായി. വൈകിട്ട് തിരികെ വന്നപ്പോൾ അവൾ ഈറൻ തലമുടി ഉണക്കുകയായിരുന്നു. എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറെ നാളായി കുളിച്ചിട്ട്, ഒന്ന് കുളിക്കാമെന്ന് വെച്ചു. വളരെ നന്നായെന്നും പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് വന്നു. മനസ്സിൽ പറഞ്ഞു, നീയൊരു പച്ച പാവം തന്നെ. എന്റെ പിന്നാലെ അവളും അകത്തു വന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കാണ്. ഷൂസിന്റെ ലേസ് അഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഡ്യൂട്ടി ടൈം എപ്പോഴാണ്? അവൾ വീണ്ടും ചോദിച്ചു. കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ഞാൻ നിസ്സംഗനായി പറഞ്ഞു, എന്താ, നിനക്ക് ജോലി ചെയ്യണമെന്നുണ്ടോ? ഇല്ല സാറേ, അവൾ പറഞ്ഞു. ജോലിയിൽ എന്തിരിക്കുന്നു? മനുഷ്യൻ വിചാരിച്ചാൽ 1 മാസത്തെ ശമ്പളം 1 ദിവസം കൊണ്ട് സമ്പാദിക്കാം. ഞാൻ ഡ്രസ്സിംഗ് ടേബിളിന്റെ അടുത്ത് ചെന്നു നിന്നു. അവളും എന്റെ അടുത്തു വന്നു. വളരെ മെല്ലെ കൊഞ്ചുന്ന സ്വരത്തിൽ പറഞ്ഞു, തരൂ, നിങ്ങളുടെ ഷർട്ട് ഹാങ്കറിൽ തൂക്കിയിടാം.
വേണ്ട വേണ്ട, നീ എന്തിനു ബുദ്ധിമുട്ടുന്നു? ഹാങ്കർ എടുത്ത് ഞാൻ പറഞ്ഞു. നീ വിരുന്നുകാരിയാണ്. വിരുന്നുകാരിയെ കൊണ്ട് വല്ലവരും ജോലി ചെയ്യിക്കുമോ? അവൾ എന്റെ തൊട്ടടുത്ത് വന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തന്നെയാണ് വന്നത്. ജോലി ചെയ്യാതെ എങ്ങനെ ആഹാരം കിട്ടും? ആഹാരമൊക്കെ കിട്ടും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ച് അവൾ എന്റെ കയ്യിൽ നിന്ന് ഷർട്ട് പിടിച്ചു വാങ്ങിച്ചു. ഞാൻ അവളുടെ പാവത്തരം കണ്ട് ആസ്വദിച്ചു. വൈകുന്നേരത്തേക്ക് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. വളരെ കാലത്തിനു ശേഷം ഒരു പെണ്ണിന്റെ, സുന്ദരിയായ പെണ്ണിന്റെ കൈകൊണ്ട് പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുണ്ടായി. രാത്രി തറയിൽ കിടക്ക വിരിച്ചു കിടന്നപ്പോൾ തണുപ്പ് കൂടിയതായി തോന്നി. തണുത്ത തറയിൽ കിടന്നിട്ട് ഉറക്കം വരാൻ വിഷമം. അവൾ ഉറങ്ങിക്കഴിഞ്ഞെന്നു തോന്നുന്നു. ഞാൻ പതുക്കെ എണീറ്റ് സാധാരണത്തെ പോലെ കട്ടിലിനു നേരെ നോക്കി. അവൾ വയറും കാൽമുട്ടും മാത്രം രജായി കൊണ്ട് മൂടിയിരുന്നു. വലതുഭാഗത്തെ തുറന്ന ജനലിലൂടെ വന്ന ബൾബിന്റെ പ്രകാശം അവളുടെ തുറന്ന മാറിടത്തിൽ പതിഞ്ഞു. അവളുടെ കറുത്ത ചുരുണ്ട അളകങ്ങൾ റോസാപ്പൂ പോലെ തുടുത്ത അവളുടെ മുഖത്ത് ചിതറിക്കിടന്നു. പെട്ടെന്നൊരു കോട്ടുവായിട്ട് അവൾ കണ്ണു തുറന്നു. കട്ടിലിൽ ഒരു പ്രത്യേക ഇരിപ്പിരുന്ന് എന്നെ നോക്കി പതുക്കെ പറഞ്ഞു, നിങ്ങൾക്ക് തണുക്കുന്നെങ്കിൽ ഇവിടെ കിടന്നോളൂ. വേണ്ട, തണുക്കുന്ന പ്രശ്നമേയില്ല, പരിഭ്രമിച്ചു ഞാൻ പറഞ്ഞു. സിഗരറ്റ് കത്തിക്കാൻ തീപ്പെട്ടി തിരഞ്ഞതായിരുന്നു. തീപ്പെട്ടിയോ? അവൾ തറയിൽ വിരിച്ച് എന്റെ കിടക്കയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, അതാ, അത് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ടല്ലോ. ആ, അതെ അതെ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന്റെ ഓർമ്മ വന്നതേയില്ല. വീണ്ടും തറയിൽ കിടന്നുറങ്ങാൻ ശ്രമിച്ചു നോക്കി. കുറെ ദിവസങ്ങൾ ഇതുപോലെ കടന്നുപോയി. ഞാൻ കാലത്തു തന്നെ ജോലിക്ക് പോകും. വൈകിട്ട് 5 മണിക്ക് തിരിച്ചു വരും. അവൾ ചായയുണ്ടാക്കി എന്നെ കാത്തിരിക്കും. എന്നെ സ്നേഹത്തോടെ വിളിച്ചിരുത്തും. വൈകുന്നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച് അന്വേഷിക്കും. ഓഫീസിലെ ജോലിക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ പകൽ മുഴുവൻ ജോലി ചെയ്തിരുന്ന എന്റെ ക്ഷീണം പമ്പ കടക്കും. അവൾ എന്നോട് വളരെ അടുത്തു കഴിഞ്ഞിരുന്നു. ചിലപ്പോൾ ചില വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. ഒരു ദിവസം പറഞ്ഞു, ഞാനൊരു ചീത്തപ്പെണ്ണാണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നുവെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ നിന്നെ അപ്പോൾ തന്നെ അടിച്ചു പുറത്താക്കും. വീണ്ടും അവൾ ചോദിക്കും, ലക്നൌ ഒരു വലിയ നഗരമാണ്, എന്നിട്ടും ഇവിടെ ജോലി ചെയ്യാൻ ഒരിടം കിട്ടാനില്ല. ജനങ്ങൾ റോഡരികൾ കൂട്ടിയിരുന്ന പൈപ്പിനുള്ളിൽ പോലും താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഓ, അങ്ങനെയൊന്നുമില്ല, ഞാൻ മറുപടി പറയും. ഒരുപക്ഷെ നിങ്ങൾ ഷഹറോർ സ്വപ്ന എന്ന സിനിമ കണ്ടിരിക്കാം. പക്ഷെ അത് ബോംബെയിലെ കഥയാണ്. അവൾ പൊട്ടിച്ചിരിക്കും. മനുഷ്യർ എന്തു ഭ്രാന്തന്മാരാണ്! ഇത്ര വിഷമങ്ങൾ ഉണ്ടായിട്ടും അവൾ പൈപ്പിനുള്ളിൽ താമസിക്കുന്നു. ഞാൻ അവളുടെ ഈ കിറുക്കുകൾ കേട്ട് മിണ്ടാതിരിക്കും. ഒരു ദിവസം രാവിലെ എനിക്ക് ശരീരത്തിന് അല്പം അസുഖം തോന്നി. എന്നിട്ടും ഞാൻ ഓഫീസിൽ പോയി. ഏതാണ്ട് 3 മണിയായപ്പോൾ ഭയങ്കര പനി. ഞാനൊരു റിക്ഷയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടുപടിവരെയുള്ള റോഡ് വളരെ ഇടുങ്ങിയതായിരുന്നു. അയൽപക്കത്തെങ്ങും നിശബ്ദത. റോഡ് മുക്കിൽ ഇറങ്ങി. റിക്ഷാക്കാരന് 1 രൂപയും കൊടുത്തു പറഞ്ഞുവിട്ടു. മുന്നിൽ തന്നെ എന്റെ മുറിയുടെ വാതിൽ കാണാമായിരുന്നു. ഒരു യുവാവ് വാതിലിനടുത്തുനിന്ന് എന്താണ് ചെയ്തതെന്നറിഞ്ഞുകൂടാ. എനിക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി. ഭിത്തി ചാരി നിന്നു. എന്റെ ദൃഷ്ടി മുറിയിലോട്ടായിരുന്നു. എന്റെ അടുത്തുകൂടെ കടന്നുപോയ വിരൂപനായ ഒരാൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, 4 മണി ആവാറായി സാർ, വാതിൽ അടച്ചു കഴിഞ്ഞു. ഇനി നാളെ 11 മണിക്കേ കാണാനൊക്കൂ. അവൻ പൊട്ടിച്ചിരിച്ചു നടന്നകന്നു. എനിക്ക് അതിയായ ദേഷ്യം വന്നു. പക്ഷെ എന്തു ചെയ്യാൻ? ധൈര്യപൂർവ്വം വാതിലിനടുത്ത് എന്ന് വാതിലിൽ മുട്ടി. ഇപ്പോൾ വാതിൽ തുറക്കില്ല. അകത്തുനിന്ന് ശബ്ദം. 11 മുതൽ 4 മണിവരെയാണ് കാണാനുള്ള സമയം. എന്താണ് പുലമ്പുന്നത്? ദേഷ്യം കൊണ്ട് ഭ്രാന്തനെ പോലെ ഞാൻ പറഞ്ഞു, വാതിൽ തുറക്കൂ. ഓ, നിങ്ങളാണോ? അവൾ പരിഭ്രമിച്ചുകൊണ്ട് വാതിൽ തുറന്നു. അവൾ കയ്യിൽ കുറെ നോട്ടുകൾ പിടിച്ചിരുന്നു. ഒരുപക്ഷെ അവൾ അത് എണ്ണുകയായിരിക്കാം. പിന്നെ പെട്ടെന്ന് ദേഷ്യത്തോടെ എന്റെ നേരെ തൊട്ടടുത്ത് വന്നു നിന്നു പറഞ്ഞു, സമയത്തിനു മുമ്പ് നിങ്ങൾ എന്തിനു വന്നു? നിങ്ങൾ സമാധാനത്തോടെ കഴിയാൻ അനുവദിക്കില്ല, മരിക്കാനും വിടില്ല. ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഇത്ര വിശാലമായ ഈ ലോകത്ത് എവിടെയെങ്കിലും ജോലി ചെയ്ത് കഴിയാമോ എന്ന് ഞാൻ നോക്കട്ടെ. നോട്ടുകെട്ട് മാറിൽ തിരുകിക്കൊണ്ട് അവൾ വാതിൽ കടന്നു പുറത്തു മറഞ്ഞു.